തോട്ടട നടാൽ റൂട്ടിലെ സ്വകാര്യ ബസ് സമരത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നാളെ യോഗം നടക്കും. രാവിലെ 11-ന് ADMന്റെ ചേംബറിലാണ് ചർച്ച നടക്കുക. നടാലിൽ അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ടാണ് സ്വകാര്യ ബസ് സമരം. വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുന്നുണ്ട്. മനോജ്, ഈ അനിശ്ചിതകാല സമരം തുടരുകയാണ്. നാളെ ഇത് ചർച്ച ചെയ്യാനായി യോഗം ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തോട്ടട നടാൽ റൂട്ടിൽ ഇന്നലെ മുതലാണ് അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. ഈ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ തോട്ടട വഴി തലശ്ശേരിയിലേക്ക് പോകുന്ന ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ 7 കിലോമീറ്റർ ഓടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സ്വകാര്യ ബസ് പണിമുടക്ക് നടന്നു വരുന്നത്. ഈ സമരം ഇന്നലെ മുതൽ ആരംഭിച്ചു. വലിയ തോതിലുള്ള യാത്രാക്ലേശം ആ റൂട്ടിൽ അനുഭവിക്കുകയാണ്. നിരവധി ആളുകൾ വലിയ പ്രയാസം നേരിടുന്നു. ഇത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് നാളെ ഈ ചർച്ചക്ക് ഇപ്പോൾ കളമൊരുങ്ങിയിട്ടുള്ളത്. സമരം ഒത്തുതീർപ്പാക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ADM നവീൻ കുമാറിന്റെ അധ്യക്ഷതയിൽ നാളെ യോഗം ചേരുന്നത്. നടാൽ OK UP സ്കൂളിന് സമീപം അടിപ്പാത നിർമ്മിച്ച് ഈ പ്രശ്നത്തിന് സർവീസ് റോഡിലേക്ക് നേരിട്ട് കയറുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യമായി ബസ് ഉടമകൾ ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നത്. ബസ് ഉടമകളുടെ സമരത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയുമുണ്ട്. ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഇന്നലെ ഈ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടന്നിരുന്നു. അവിടെ സംസാരിച്ച K സുധാകരൻ MP ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഈ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് ചെവി കൊടുക്കാൻ കഴിയാത്ത ഉദ്യോഗസ്ഥർ അവിടെ ഇരിക്കാൻ യോഗ്യനല്ല എന്നാണ് K സുധാകരൻ പറഞ്ഞത്. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമാനമായ രീതിയിൽ തന്നെ ദേശീയപാത അധികൃതർക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും ഈ സമരം ഒത്തുതീർപ്പാക്കാനുള്ള ചർച്ചകൾ നടന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ തലശ്ശേരി ഭാഗത്തേക്കുള്ള നാഷണൽ ഹൈവേ വഴി പോകുന്ന വാഹനങ്ങളും ഉൾപ്പെടെ നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തങ്ങൾ പോകും. പിന്നാലെ ജില്ലയിലാകെ സമരം വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനവും എടുക്കേണ്ടി വരും എന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി രാജ്കുമാർ കരുവാരത്തും പറഞ്ഞിരുന്നു. അങ്ങനെ ഈ സ്ഥിതിഗതികളാകെ രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലാണ് നാളെ ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയിട്ടുള്ളത്. എന്തായാലും ചർച്ചയിൽ ഈ പ്രശ്നത്തിൽ ഇടപെടാമെന്ന ഒരു ഉറപ്പാകും ജില്ലാ ഭരണകൂടം നൽകുക. എന്തായാലും സമരം നാളെ കൊണ്ട് അവസാനിക്കുമോ എന്ന് അറിയണമെങ്കിൽ നാളെ ചർച്ച പൂർത്തിയാകേണ്ടി വരും. എന്തായാലും ഈ ആവശ്യത്തിൽ തങ്ങൾ ഉറച്ചു നിൽക്കും എന്ന് ബസ് ഉടമകൾ പറയുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുക എന്ന കാര്യത്തിലാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ ദേശീയപാത അധികൃതരുമായി ചർച്ചകളൊക്കെ നടത്തി വരികയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഷാരിബ.